നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മാർക്കോയിലെ വില്ലനായി എത്തിയപ്പോഴാണ് നടൻ ആൻസൺ പോൾ ഏറെ ശ്രദ്ധ നേടിയത്. ഇപ്പോഴിതാ ആൻസണിന്റെ വിവാഹ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തീർത്തും ലളിതമായ ചടങ്ങിലാണ് നടന്റെ വിവാഹം കഴിഞ്ഞത്. കുടുംബാംഗങ്ങളും വളരെ അടുത്ത സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിൽ പങ്കെടുത്തത്. തിരുവല്ല സ്വദേശിനിയായ നിധി ആൻ എന്ന ബിസിനസ്സുകാരിയെയാണ് ആൻസൺ വിവാഹം കഴിച്ചത്. UK-യിൽ സ്ഥിരതാമസമായിരുന്നു നിധി. ഏറെ വർഷക്കാലമായി UK-യിൽ താമസിച്ചിരുന്ന നിധി ഇപ്പോൾ നാട്ടിൽ സ്വന്തമായി ബിസിനസ് നടത്തി വരികയാണ്. അടുത്തിടെയാണ് നടന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. നടൻ പഠനകാലത്തുടനീളം സഹിച്ച ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിനുശേഷമുള്ള സിനിമാ ജീവിതത്തെയും കുറിച്ചെല്ലാം വിശദമായി അറിഞ്ഞാണ് നിധി നടന്റെ ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയിരിക്കുന്നത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വളരെ ലളിതമായിട്ട് ആഘോഷിക്കാനായിരുന്നു നിധിയും ആൻസണും ഒരുമിച്ചെടുത്ത തീരുമാനം. അങ്ങനെയാണ് തൃപ്പൂണിത്തുറ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടത്തുവാൻ തീരുമാനിച്ചത്. വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കിപ്പുറവും ഈ ലളിത വിവാഹത്തെ പ്രശംസിച്ച് നിരവധി പേരാണ് എത്തുന്നത്. അതേസമയം ജീവിതത്തിലെ ഒട്ടനവധി പ്രതിസന്ധി ഘട്ടങ്ങൾ അതിജീവിച്ച ശേഷമാണ് ആൻസൺ പോൾ സിനിമയിലേക്ക് എത്തിയത്. പഠനകാലത്ത് ക്യാൻസർ കണ്ടെത്തിയതാണ് ആൻസണിന്റെ ജീവിതം മാറ്റിമറിച്ചത്. മിക്ക എഞ്ചിനീയർ സ്റ്റുഡൻസിനെയും പോലെ താല്പര്യമില്ലാതെ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു ആൻസൺ പോൾ. സിനിമയായിരുന്നു ആഗ്രഹമെങ്കിലും വീട്ടുകാരുടെ എതിർപ്പ് കാരണമാണ് പഠിത്തം തുടർന്നത്. ആ സമയത്താണ് ട്യൂമർ കണ്ടെത്തുന്നത്. തുടർന്ന് ഒരുപാട് ചികിത്സകൾക്കും സർജറികൾക്കും ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ആൻസണിനോട് വീട്ടുകാർ എന്താണോ തൻ്റെ സ്വപ്നം അത് ഫോളോ ചെയ്യൂ എന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണ് സിനിമയിലേക്ക് തന്നെ ആൻസൺ എത്തിയത്. ഇപ്പോൾ മലയാളത്തിലും തമിഴിലുമായി ഒട്ടനവധി വലുതും ചെറുതുമായ വേഷങ്ങൾ ചെയ്ത തിരക്കുള്ള നടനായി ആൻസൺ മാറിയിട്ടുണ്ട്. 2013 KQ എന്ന മലയാള സിനിമയിൽ നായകനായിക്കൊണ്ടാണ് ആൻസൺ സിനിമാ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. 2015 സുസുധി വാത്മീകം എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. 2016 റമോയിലൂടെ തമിഴ് സിനിമയിലും അരങ്ങേറി. എബ്രഹാമിന്റെ സന്തതികൾ, ആട് 2, സോളോ, റാഹേൽ മകൻ കോര തുടങ്ങിയ ചിത്രങ്ങളിൽ ശക്തമായ വേഷത്തിലാണ് ആൻസൺ പോൾ എത്തിയത്. മലയാളത്തിന്റെ 100 കോടി തിളക്കമായ മാർക്കോ എന്ന ചിത്രത്തിൽ ആൻസൺ പോൾ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിരുന്നു. ആ വിജയത്തിന്റെ നെറുകയിൽ നിൽക്കവെയാണ് ആൻസണിന്റെ ലളിത വിവാഹ വാർത്തയും എത്തിയത്. അടുത്തിടെ നടൻ വിഷ്ണു ഗോവിന്ദനും തന്റെ വിവാഹം ലളിതമാക്കിയിരുന്നു. ചേർത്തല സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു വിഷ്ണുവും അഞ്ജലി ഗീതയും വിവാഹിതരായത്. 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആ സന്തോഷ വാർത്ത എത്തിയത്. മലയാള സിനിമാ ലോകത്ത് ഒരു മികച്ച നടനെന്ന നിലയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൻസൺ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ആരാധകരും മറ്റുള്ളവരും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ആശംസകൾ നേരുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.